വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സ് സുവർണ ജൂബിലിയുടെ പൊലിമയിൽ 3 ദിവസം നീളുന്ന ആഘോഷങ്ങളുടെ നിറവിലാണ് നാടും നാട്ടുകാരും. ഓപ്പൺ തിയേറ്റർ ഉദ്ഘാടനം, സാംസ്കാരിക ഘോഷയാത്ര, പ്രതിഭകൾക്ക് ആദരം, കലാസന്ധ്യ, പുസ്തക പ്രകാശനം എന്നിങ്ങനെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. നിറപ്പകിട്ടോടെയായിരുന്നു സാംസ്കാരിക ഘോഷയാത്ര. കേരളത്തിലെ അമച്വർ നാടകരംഗത്തും കലാപ്രവർത്തനങ്ങളിലും ശ്രദ്ധേയമായ സ്ഥാനം നേടിയ വളയഞ്ചിറങ്ങര സുവർണ തിയേറ്റേഴ്സ് 50ന്റെ നിറവിൽ. ഒരു വർഷം നീളുന്ന ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ആഘോഷ പരിപാടികൾ സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. 51 വർഷം പിന്നിടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. 51ാമത്തെ വർഷത്തിൽ സ്വന്തമായൊരു രംഗമണ്ഡപം തുറന്നു കൊടുക്കുക എന്ന് പറയുന്നതാണ് സുവർണ തിയേറ്റേഴ്സ് ചെയ്ത ഏറ്റവും വലിയ സുവർണ സമാനമായ ഒരു കാര്യം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊള്ളക്കൊടുക്കം നടത്താൻ, ഗിവ് ആൻഡ് ടേക്ക് നടത്താനുള്ള ഒരു ഇടം, ആ ഇടം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കേരളത്തിൽ അങ്ങ് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പൊതു ഇടമില്ലായ്മ. അവിടെയാണ് സുവർണ 51ാമത്തെ വർഷത്തിൽ ഒരു ഇടം കണ്ടെത്തിയത് എന്നത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സുവർണ ലിപികളാൽ അടയാളപ്പെടുത്തിയ ഒന്നായി മാറുകയാണ്. അത് ലോകപ്രശസ്തനായ ഒരു ചിത്രകാരൻ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുക. ഞാനിവിടെ വന്ന് നാട കെട്ടി കണ്ടപ്പോ ഒരു ബോക്സ് പോലെ തോന്നി എനിക്ക്. അതിന്റെ നാട മുറിച്ചത് ഐശ്വര്യമുള്ള കരങ്ങളെ കൊണ്ടാണ്. അദ്ദേഹം ഹൃദയം തുറന്നാണ് സംസാരിച്ചത്. പുതിയതായി പണി കഴിപ്പിച്ച ഓപ്പൺ തിയേറ്റർ വിഖ്യാത ചിത്രകാരൻ ബോസ് കൃഷ്ണമാചാരി നാടിന് സമർപ്പിച്ചു. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള സുവർണയുടെ നാഴികക്കല്ലുകൾ അത് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ സംസ്കാരം ചായക്കടയിൽ നിന്ന് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇക്കാലത്ത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വായനയും എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ആ ചായക്കടകൾ വളരെയധികം കൂടുതൽ ചായക്കടകൾ ഉണ്ടായിരുന്നെങ്കിൽ പ്ലേസ് ഫോർ കമ്മ്യൂണിക്കേഷൻ, പ്ലേസ് ഫോർ കോൺവെർസേഷൻസ്, അത് വീട്ടിൽ നിന്നും ആരംഭിക്കാവുന്നതാണ്. Nowadays I don't see these kind of things. പ്രശസ്ത നാടകകാരൻ മണിയപ്പൻ ആറന്മുള തിയേറ്റർ നാമകരണം നിർവഹിച്ചു. സുവർണയുടെ പ്രസിഡന്റ് ജി അജീന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ അശോകൻ ആമുഖ പ്രഭാഷണം നടത്തി. സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാക്കളായ മണിയപ്പൻ ആറന്മുള, പ്രമോദ് വെളിയനാട്, ശിവൻ അയോധ്യ, മോഹൻ കൃഷ്ണൻ, ജയചന്ദ്രൻ തകഴി, ജോബ് മഠത്തിൽ എന്നിവരെ മുൻ MLA സാജു പോൾ ആദരിച്ചു. സ്ഥാപക അംഗങ്ങളുടെ ഫോട്ടോ അഡ്വക്കേറ്റ് NC മോഹനൻ അനാച്ഛാദനം ചെയ്തു. സുവർണയുടെ സ്ഥാപക അംഗം ജി ശിവൻ രചിച്ച യാത്ര എന്ന കവിതാ സമാഹാരം പ്രശസ്ത കഥാകൃത്ത് മനോജ് വെങ്ങോല പ്രകാശനം ചെയ്തു. കലാസന്ധ്യയുടെ ഉദ്ഘാടനം പ്രമോദ് വെളിയനാട് നിർവഹിച്ചു. വളരെ സന്തോഷമുള്ളൊരു വേദിയാണത്. അത് ഹൃദയത്തിൽ സൂക്ഷിക്കും ഈ നിമിഷങ്ങൾ. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഇവിടെ കണ്ട ഒരു കാഴ്ചയിൽ നിന്നും കെട്ടുപോയ ഒരു തിരിയെ വീണ്ടും ആളി കത്തിക്കാൻ കഴിവുള്ള ഒരു സംഘാടക സമിതി ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് ഉറപ്പായി നമുക്ക് മനസ്സിലായില്ലേ? ആ തിരി കെടാതെ കാത്തു സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു സംഘാടക സമിതി ഉള്ളതുകൊണ്ടാണ് നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ പറ്റുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാ കാര്യങ്ങളും പകുത്തെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മതം, ജാതി, രാഷ്ട്രീയം എല്ലാവരും പകുത്തെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മനുഷ്യനെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിക്കാൻ കലയ്ക്ക് മാത്രമേ കഴിയൂ. അതാണ് ഈ കൂട്ടായ്മ. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം പല ജാതിയിൽപ്പെട്ട, പല രാഷ്ട്രീയ വിശ്വാസമുള്ള, പല മതത്തിൽപ്പെട്ട ആളുകളാണ്.
കലോത്സവ വിജയികളെ അനുമോദിച്ചു. താലൂക്ക് ലൈബ്രറി സെക്രട്ടറി NP അജയകുമാർ, വളയഞ്ചിറങ്ങര HSS ഹെഡ് മാസ്റ്റർ G ആനന്ദകുമാർ, VNKP ലൈബ്രറി സെക്രട്ടറി P രാജൻ, വിവിധ വാർഡ് മെമ്പർമാർ, രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ആലപ്പുഴ മരുതം തിയേറ്റേഴ്സിന്റെ മാടൻ മോക്ഷം എന്ന നാടകം നിറഞ്ഞ സദസ്സിന് മുന്നിൽ അരങ്ങേറി. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.